ഇന്നത്തെ ഊണിൻ്റെ കറികൾ എന്തൊക്കെയാണെന്ന് കണ്ടാലോ. അപ്പം അരി അടുപ്പത്തിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി അതങ്ങോട്ട് ഇറക്കി തെർമൽ കുക്കറിലോട്ട് വയ്ക്കാം. അപ്പം ഞാൻ ഇവിടെ തൈരൊന്ന് കാച്ചിയെടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഈ മോര് കറി ഒരുപാട് വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. അങ്ങനെ നമ്മുടെ മോര് കറിക്കുള്ള താളിപ്പെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ആ തൈര് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ആ ചട്ടിയുടെ ചൂടിൽ തന്നെ തൈരെല്ലാം ഒന്ന് ചൂടായി കിട്ടും. ഇനി ഒരു കഷ്ണം മത്തങ്ങയും ഒരു പച്ചക്കായും ഒരു കുഞ്ഞ് ചേമ്പും ഉണ്ടായിരുന്നു. അതെല്ലാം ഇതേപോലെ തുണ്ടം തുണ്ടം വെട്ടിയിട്ട് കറിവേപ്പിലയും കൂടിയിട്ട് ഞാൻ വേവിക്കുന്നുണ്ട്. മഞ്ഞളും ഒന്നും ചേർക്കുന്നില്ല. അതെല്ലാം അരപ്പിൽ ചേർക്കാമെന്ന് കരുതി. അപ്പോൾ ഇന്ന് തേങ്ങ തിരികെ തരുന്നത് മോനാണ്. അപ്പോൾ ആൾ തേങ്ങ തിരികെ തരുമ്പോൾ എങ്ങനെയെന്നറിയാമോ, ഈ ചിരട്ടയിൽ പറ്റിയിരിക്കുന്ന ഭാഗം തിരുവത്തില്ല. പറ സൗണ്ട് കേൾക്കുമ്പോൾ അവനെന്തോ പോലെയാണെന്ന്. അങ്ങനെ ഉണ്ടമുളകൊക്കെ ചേർത്ത് ഞാൻ അരപ്പൊക്കെ റെഡിയാക്കി വെന്ത കഷ്ണത്തിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ ലാസ്റ്റ് വെളിച്ചെണ്ണയും ഒരിത്തിരി കറിവേപ്പിലയൊക്കെ ഇട്ട് ഇളക്കി അടച്ചങ്ങോട്ട് മാറ്റി വയ്ക്കാം. പിന്നെ 2 പപ്പടവും കൂടി ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. ചൂരക്കറിയുടെ ബാക്കിയുണ്ടായിരുന്നു, അതും തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ നെല്ലിക്ക അച്ചാറും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂട്ടി ഉച്ചയ്ക്ക് ഞങ്ങൾ ചോറ് കഴിച്ചു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും വരാം.